പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഒരു 4 ബെഡ്റൂമുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് പരിചയപ്പെടുന്നത്. ഒരു ലക്ഷറി വീടാണ്. നമ്മൾ ഈ കാണുന്ന ഒരു ലുക്കാണ് നമുക്ക് പുറമേ നോക്കുന്നത്. നമുക്കപ്പോൾ പുറമേ നോക്കുമ്പോൾ എക്സ്റ്റീരിയർ നല്ല ലുക്ക് കിട്ടുന്ന ഒരു വീടാണ്. അപ്പോൾ മുകളിൽ ധാരാളം സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ലതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കിടിലം വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനിങ് എല്ലാം തന്നെ നല്ല അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു കിടിലൊരു വീടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീട് നമുക്ക് വരുന്നത് ട്രിവാൻഡ്രത്ത് പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ട്രിവാൻഡ്രം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 9 കിലോമീറ്ററാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് തിരുമല രാമചന്ദ്രയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാമചന്ദ്രനിൽ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. കൂടാതെ ട്രിവാൻഡ്രത്ത് ഈ പൊറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു 200 മീറ്റർ ജംഗ്ഷനിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ വീട് നമുക്ക് വരുന്നത് 250 സെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 2000 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. 4 ബെഡ്റൂമാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. അത് താഴെ നമുക്ക് ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂം നമുക്ക് മുകളിലാണ് വരുന്നത്. അതിൽ നമുക്ക് 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഒരു കോമൺ ബാത്റൂമായിട്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷം നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ തന്നെ സമീപത്ത് നമുക്ക് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, വേറെ വീടുകളും അവൈലബിൾ ആണ്. നമുക്ക് ഈ കാണുന്നതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് നമുക്ക് സ്ലൈഡിങ് ഗേറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഒരു ഗേറ്റ് തുറന്ന് നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ നമ്മൾ സ്ലൈഡിങ് ഗേറ്റ് തുറന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് നമുക്ക് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് കടപ്പാക്കല്ലും പിന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു കാർ പോച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീട്ടിൽ 2 കാർ വരെ നമുക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നല്ലൊരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഭാഗത്താണ് കാർ പോച്ച്. നമുക്ക് വലിയ കാറൊക്കെ തിരിച്ചിടാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസ് നമുക്ക് കാർ പോച്ച് വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കാറ് നമുക്ക് ഇടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്കിവിടെ ഒരു ഗാർഡൻ പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും കൂടാതെ കിണറും അവൈലബിൾ ആണ്. നമുക്കിവിടെ ആയിട്ടാണ് ഗാർഡൻ പോലെ പ്രൊവിഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീട് നമുക്ക് ഈസ്റ്റ് ഫേസ് ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് കിഴക്ക് ദർശനം ആഗ്രഹിച്ച് നോക്കുന്നവർക്ക് ഈ ഒരു വീട് എന്തായാലും സൂട്ടായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമുക്ക് ഈ പുറമേ കാണുമ്പോഴത്തേക്ക് ഈ ഒരു ഭംഗിയാണ് നമുക്ക് വരുന്നത്. ഈ വീടിൻ്റെ തന്നെ സൈഡിലായിട്ട് കണ്ടോ വേറെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, വേറെ വീടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് വരുന്ന ശേഷം ഇതാണ് വരുന്നത്. നമുക്ക് ഇവിടുത്തെ കിണർ ഈ ഒരു ഭാഗത്തായിട്ടാണ് സൈഡിൽ വെച്ചിട്ടുള്ളത്. അതെല്ലാം സേഫായിട്ട് തന്നെ ചെയ്ത് ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ സൈഡിലായിട്ട് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് സൈഡും നമുക്ക് ഫുള്ള് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഒരു പോർഷൻ വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സിറ്റ് ഔട്ട് കാണാം. നമുക്ക് ഇതാണ് ഈ വീടിൻ്റെ മെയിനായിട്ട് സിറ്റ് ഔട്ട് വരുന്നത്. 6x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ പുറമേ നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കിവിടെ സൈഡിലെല്ലാം ഇപ്പോൾ വുഡൻ പാനലൊക്കെ കൊടുത്ത് നമുക്കിവിടെ സിറ്റ് ഔട്ട് നല്ല കളർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ മെയിനായിട്ടുള്ള എൻട്രൻസ് ഡോറ് നോക്കാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ഡോർ വരുന്നത്. അപ്പോൾ നമുക്കിത് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സൈഡിലെ ഈ പാനൽ നമുക്ക് പ്ലാവിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് പോളിഷൊക്കെ ചെയ്ത് ഇട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. 15x15 ഡയമെൻഷനിലുള്ള ബ്യൂട്ടിഫുൾ ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഫ്രണ്ടിൽ കാണാൻ സാധിക്കുന്നത്. കണ്ടോ, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കപ്പം 15 നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15x15 ഡയമെൻഷനിലാണ് അപ്പോൾ ഈ കാണുന്ന ഒരു ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയയിൽ കണ്ടോ നമുക്ക് വിശാലമായിട്ട് നല്ലൊരു സ്പേസ് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ളതാണ്. നല്ലൊരു ഏരിയ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് നോക്കുമ്പോൾ സീലിംഗ് വർക്ക്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും സ്പോട്ട് ലൈറ്റിങ്ങും സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്താണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നടുക്കായിട്ട് നമുക്ക് സെൻസറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാന് കിടപ്പുണ്ട്. നമ്മൾ ആൾ നിൽക്കുമ്പോൾ മാത്രമേ ഇത് നമുക്ക് ഓണാവും, അല്ലാത്ത സമയത്ത് ഇത് ഓഫാകും. നമ്മളിപ്പോൾ ഓഫ് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് സൗണ്ട് നോയ്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാനിന് നമുക്ക് സെൻസർ ഉള്ളതാണ്. നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് ഓണാക്കിയിട്ട് നമ്മൾ താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്കിതിൽ അത് സെൻസ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കായി അത് വർക്കാവും. നമ്മളില്ലാത്ത സമയത്ത് നമ്മളത് ഓണാക്കിയിട്ടിട്ട് ഇല്ലാത്ത സമയമാണെങ്കിൽ അത് ഓഫാകും. അപ്പോൾ അതാണ് ഈ ഒരു ഫാനിൻ്റെ ഗുണം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്നതാണ് നമുക്ക് TV യൂണിറ്റ് വരുന്നത്. അപ്പോൾ ജിപ്സം ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ് വരുന്നത്. ധാരാളം കബോർഡ്സുകൾ, അതുകൂടാതെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയ TV ഒക്കെ നമുക്ക് വയ്ക്കാൻ കണക്കിനുള്ള ഒരു സ്പേസ് നടുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയയിലെ മെയിനായിട്ടുള്ള വിശേഷം വരുന്നത്. അപ്പോൾ ഇത്രയും വലിപ്പമുണ്ട് നമുക്ക് ലിവിങ് ഏരിയയിൽ. പിന്നെ നമുക്ക് ഇവിടെ വേറൊരു അട്രാക്ഷൻ നമുക്കുണ്ട്. മുകളിൽ ഒരു ഫാൻസി ലൈറ്റ് ഉണ്ടോ, ഇങ്ങനെ ജസ്റ്റ് കറങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു ഫാൻസി ലൈറ്റ് ഉണ്ടോ. അത് നല്ല
ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓൾവേസ് ഇങ്ങനെ കറങ്ങി നിൽക്കുന്നതാണ്, നമ്മൾ ലൈറ്റിൽ മുന്നോട്ട് കറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ നമുക്കിനി ഡൈനിങ് ഏരിയയാണ് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു 15x10 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് നമുക്കിവിടെ, അപ്പോൾ ഒരു വാഷിംഗ് യൂണിറ്റ് നമുക്കിവിടെ സൈഡിലായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് നമുക്കിവിടെ ഒരു വാഷിംഗ് യൂണിറ്റും വരുന്നത്. അവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ലൈറ്റും ഗ്ലാസും ബാക്കി നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സൈഡിലായിട്ട് ചെറിയ കബോർഡ് വർക്കൊക്കെ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഇൻവെർട്ടറൊക്കെ വയ്ക്കാനായിട്ട് കണക്കിന് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഡൈനിങ് ഏരിയ നമ്മൾ ഈ ഒരു പോർഷനിലാണെന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ ഒരു കോർണറിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് നമുക്ക് വ്യൂ വരുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്ക് ലിവിങ് ഏരിയ, നമുക്ക് ഇവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ നോക്കാം. നമുക്കിവിടെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ ജിപ്സം ബോർഡിൽ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പം ഇവിടെ ധാരാളം ഷെൽഫും കൊടുത്തിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും വയ്ക്കാൻ വേണ്ടിയുള്ള ഷെൽഫൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ച് നമുക്ക് ഇങ്ങോട്ട് സർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്പേസ് നമുക്കിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുവഴിയാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ അകത്തോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന ടെയിലാണ് നമുക്കിവിടെ തറയിൽ ഇട്ടിട്ടുള്ളത്. ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ ഇവിടുത്തെ ഓപ്പൺ കിച്ചണിലെ ഡിസൈൻ നമുക്കിതാണ് വരുന്നത്. മുകളിൽ ബ്ലൂ തീമിലുള്ള ലൈറ്റിങ് കൊടുത്തിട്ട് നമുക്ക് സീലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കബോർഡ്സ് നമുക്ക് ഈ ഒരു കളർ പാറ്റേണിലാണ് നമുക്ക് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ തീം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ട സൈഡിൽ നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് അതുകൊണ്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിച്ചണിൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്കിവിടെ വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി പവർ യൂണിറ്റ് നമുക്ക് പല ഭാഗത്ത് നമുക്കിവിടെ പവർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വ്യൂ ആണ് വരുന്നത്. നമുക്ക് ഡൈനിങ് ഏരിയയിലോട്ട് ആക്സസ് കിട്ടുന്നതാണ് വ്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പുറകു വശം കൂടെ നോക്കാം. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു പൈപ്പ് കണക്ഷൻ, പിന്നെ ഒരു നനകല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷന് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ കാണുന്ന ആ ഒരു ചെറിയൊരു ഗാർഡൻ പ്രൊവിഷന് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു വീടിന് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ബാക്കി 3 ബെഡ്റൂമും നമുക്ക് മുകളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ബെഡ്റൂം കാണാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ലിവിങ് ഏരിയയുടെ പോർഷനിൽ നിന്ന് നമുക്ക് ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x12 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. നമുക്കൊരു ബ്ലൂ കളർ തീമും മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമുക്ക് സീലിംഗ് വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ചെമ്മരിൽ ബ്ലൂ കളർ തീമും. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ സൈസും ബാക്കി ഡീറ്റെയിൽസ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൾട്ടിവുഡിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ്. നമുക്കിവിടെ നടുക്കായിട്ട് മിററും ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് PVC ഡോർ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമിലാണ് നമുക്കിവിടെ ഒരു ബാത്റൂം വരുന്നത്. ബാക്കി നമ്മൾ സാധാരണ കാണുന്ന എല്ലാ ഫിറ്റിങ്സും നമുക്കിവിടെ തറയിൽ വരുന്നുണ്ട്. ഗ്രിപ്പിംഗ് ടൈലൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഒരു പോർഷനിലാണ്. പിന്നെ ഓപ്പൺ കിച്ചൺ അവിടെയാണ്. ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് ഇവിടെയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി മുകളിലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമ്മൾ ഈ കയറിപ്പോകുന്ന സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് വുഡൻ ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ അപ്പോൾ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങും ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പിങ്ക് കളർ തീമാണ് നമുക്കിവിടെ ഒരു വാളിൽ മുഴുവനായിട്ട് വരുന്നത്. പിന്നെ മുകളിൽ നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ്ങാണ് മുകളിൽ നിന്ന് ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ കാഴ്ചകൾ എന്താണെന്നും കൂടെ കാണാം. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലോട്ട് പോകാം. അപ്പോൾ ഇതെല്ലാം വുഡൻ ഹാൻഡിൽസ് ആണ്, നമ്മൾ പറഞ്ഞ പോലെ നല്ല പോളിഷ് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ് ഈ ഹാൻഡിൽസ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ
മുകളിലോട്ട് സ്റ്റെയർ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു ലിവിങ് ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്ന ലിവിങ് ഏരിയ 20x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഈ ഒരു സ്റ്റെയർ കയറിയിട്ടാണ് നമ്മൾ മുകളിലോട്ട് വന്നത്. അപ്പോൾ മുകളിൽ നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഈ കാണുന്ന പോലെ ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് വരുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം നമുക്ക് നല്ല ഏരിയ ഉണ്ട്. നമുക്ക് അവിടെയായിട്ട് ഒരു TV യൂണിറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു സ്പേസും നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് വരുന്നുണ്ട്. ജിപ്സം ബോർഡിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. കബോർഡ്സുകളും അതിന് ധാരാളം വരുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഇത്രയും സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ മുകളിൽ സീലിംഗ് വർക്ക് നമ്മൾ താഴെ കണ്ട പോലത്തെ ടൈപ്പ് തന്നെയാണ്. പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ താഴെ കണ്ട പോലത്തെ ലൈറ്റിംഗ് തന്നെയാണ്. സ്പോട്ട് ലൈറ്റ്, നമുക്ക് ബ്ലൂ കളർ തീമിലുള്ള സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ലിവിങ് ഏരിയ ഈ ഒരു വീടിന് വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ അപ്പം നമുക്ക് ബെഡ്റൂമിൻ്റെ കാര്യം കൂടെ പറയാം. നമുക്കപ്പോൾ ഇവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. അതിൽ 2 അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഒരു ബെഡ്റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമില്ല, പക്ഷേ അതിന് പകരം ഒരു കോമൺ ബാത്റൂമും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോ ഡീറ്റെയിൽ നോക്കുമ്പോഴത്തേക്ക് അതും കൂടെ കാണാം. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയിൽ 3 ബെഡ്റൂമിൽ നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം കാഴ്ച കാണാം. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം നമുക്ക് 20x10 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ വരുന്നത്. ബെഡ്റൂമെല്ലാം തന്നെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് കളർ തീമാണ് നമുക്കിവിടെ ലൈറ്റിംഗ് വരുന്നത്. പിന്നെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു ഏരിയ വരുന്നത്. നമുക്ക് പിന്നെ ഇവിടെ ആയിട്ട് വാർഡ്രോബ് വരുന്നത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ ഡ്രസ് മെറ്റീരിയൽ എല്ലാം നമുക്കിവിടെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഇഷ്ടംപോലെ സ്പേസുള്ള ഒരു വാർഡ്രോബാണ് കൊടുത്തത്. അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിതിൽ മിറർ കാണാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് മിറർ ഉണ്ട്. അവിടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ ഒരുങ്ങാനൊക്കെ കണക്കിന് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മിറർ കണ്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഐറ്റം ഒക്കെ വയ്ക്കാനുള്ള കണക്കിനുള്ള ഒരു കബോർഡും ചെയ്ത് മിററും ഇവിടെ വലിയൊരു മിററും ലൈറ്റിങ്ങും കൊടുത്തുണ്ട്. ഇവിടെ നന്നായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് വരുന്ന കാഴ്ച. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഇപ്പോൾ PVC ഡോറാണ് നമുക്കിവിടെ ഡോർ വരുന്നത്. പിന്നെ നമ്മൾ നോർമലി കാണുന്ന നമുക്ക് ബ്രാൻഡ് ഫിറ്റിങ്സ് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂമിന് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ നമുക്ക് ഗ്രിപ്പിംഗ് ടൈല് തന്നെയാണ് നമുക്കിവിടെ തറയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മളിപ്പോൾ കയറി വരുന്നത്. ഈ ഒരു ഭാഗത്ത് കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂമിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ അടുത്ത ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് സൈസ് വരുന്നത് നമുക്ക് 12x12 ഡയമെൻഷനാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ മുകളിലും പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കളർ തീം നമുക്ക് ഈ ഒരു കളറാണ് നമുക്കിവിടെ കളർ തീമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രൗൺ ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു ബോട്ടം വരെയുള്ള ഒരു മിററും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോറാണ് നമുക്കിവിടെ. അപ്പോൾ PVC ഡോറാണ് നമുക്കിവിടെ വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സാധാരണ പോലത്തെ ഇപ്പോൾ നമുക്കിവിടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കളർ തീമും ബാക്കി കാര്യങ്ങളെല്ലാം ഇതാണ് വരുന്നത്. നമുക്കിവിടെ മിറർ ബാക്കി എല്ലാ സംഭവവും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂം നമുക്ക് 12x10 ഡയമെൻഷനിലുള്ളതാണ്. നമുക്കിതൊരു സ്റ്റഡി റൂമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഓഫീസായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല. നമുക്ക് ഇതിന് പകരം നമുക്ക് കോമൺ ബാത്റൂം ഉണ്ട്, അത് കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ മുകളിൽ സ്ട്രിപ്പ് ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ഈ ഒരു ബെഡ്റൂം വരുന്നത്. നമുക്കിവിടെ ആയിട്ട് ഒരു വാർഡ്രോബ് ഈ ഒരു ബെഡ്റൂമിന് വരുന്നുണ്ട്. അതിൽ മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്കിവിടെ കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൾട്ടിവുഡിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാർഡ്രോബാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒരു കോമൺ ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടുത്തെ കോമൺ ബാത്റൂം വരുന്നത്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം. നമ്മൾ നോർമലി ഉള്ള പോലെ തന്നെയാണ് നമുക്കിവിടെ ഒരു ബ്രാൻഡഡ് ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് മിററും ബാക്കി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ഒരു കോമൺ ബാത്റൂം വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ മെയിനായിട്ടുള്ള വിശേഷം വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി വരുന്നത്.
അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ്. നമുക്കിവിടെ നിന്ന് നല്ല വ്യൂ ഒക്കെ കിട്ടും. റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ചുറ്റുപാടും തന്നെ വേറെയും വീടുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന ബാൽക്കണി നമുക്ക് 12x8 ഡയമെൻഷനിലാണ് വരുന്നത്. നമുക്കിവിടെ വാളിലായിട്ട് കണ്ട് വാൾ ടൈലൊക്കെ യൂസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിൽ സ്പോട്ട് ലൈറ്റ് കൊടുത്താണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഈ ഒരു കണ്ട് ഇവിടെ ഇത്രയും ആക്സസ് ഇവിടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ ബാൽക്കണി വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ മുകളിൽ സ്റ്റെയറിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോമൺ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടിയുള്ള സ്റ്റെയർ നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴിയാണ് മുകളിൽ സ്റ്റെയർ പോകാനുള്ള വഴി കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 78 ലക്ഷമാണ് വരുന്നത്. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ വീട് വന്ന് അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് വന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോണിനാണ് ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് പുതുതായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് കുറച്ചും കൂടെ ലോ ആയിട്ടുള്ള ഒരു വീടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഹൈ ആയിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലം വേറെയാണെങ്കിലും നമ്മുടെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് എൻക്വയറി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തീർച്ചയായും വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്ദി.